ഹായ്, വെൽക്കം ബാക്ക് ടു സൈലം ജീനിയസ് ചാനൽ. 2025 JEE പ്രിപ്പയർ ചെയ്യുന്നവരടുത്താണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫായിട്ടുള്ള അല്ലെങ്കിൽ ലോ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഓൺ ദ ബ്രൈറ്റർ സൈഡ്, മാത്തമാറ്റിക്സിൽ ഒരു ഹൈ സ്കോർ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മളെ ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതായത് ടോപ്പ് റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് തന്നെയാണ്. അപ്പോൾ മാത്തമാറ്റിക്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതായത് നമ്മൾ മാത്സ് സിലബസ് എന്ന് പറഞ്ഞാൽ NCERTക്ക് ഒരുപാട് മുകളിൽ കിടക്കുന്ന ഒരു സിലബസ് ആണ്. ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്സിലുണ്ട്. അപ്പോൾ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ പല ആളുകളുടെയൊക്കെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ചില ആളുകളൊക്കെ ഇന്ന ചാപ്റ്റർ സ്കിപ്പ് ചെയ്യട്ടെ, ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് തുടങ്ങട്ടെ, കാൽക്കുലസ് സ്കിപ്പ് ചെയ്യട്ടെ, പല വീഡിയോയിലൊക്കെ കാൽക്കുലസ് സ്കിപ്പ് ചെയ്യട്ടെ എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പല ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോറിയൻറ്റഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കറക്റ്റ് ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, മാത്സ് ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കോൺസെപ്റ്റോ അല്ലെങ്കിൽ സിംഗിൾ ഫോർമുലയോ ബേസ് ചെയ്താൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. മജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള, ഈവൻ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് തന്നെ കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും വരുന്നുണ്ടാവുക. ഉദാഹരണത്തിന് നമ്മൾ ഡിറ്റർമിനന്റിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ആ ഡിറ്റർമിനന്റ് പാർട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ആ ഡിറ്റർമിനന്റിലെ ടേമുകളൊക്കെ ട്രിഗ്നോമെട്രിക് എക്സ്പ്രഷൻസ് ആയിരിക്കും. ആ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് ആ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടായിരിക്കും സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഡിറ്റർമിനന്റിലെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അൾട്ടിമേറ്റ്ലി അതിൽ കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ട്രിഗ്നോമെട്രിയിലെ കോൺസെപ്റ്റ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസുകൾ, കുറേ കോൺസെപ്റ്റുകൾ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അതിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും. ഏറ്റവും സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, മാത്സ് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ കുറേ കോൺസെപ്റ്റ്, കുറേ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിഞ്ഞിരിക്കേണ്ടാവും. എന്നാൽ പോലും നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിൽ ടോപ്പ് പ്രയോറിറ്റി ചാപ്റ്ററുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ, ഞാൻ ഈ ടോപ്പ് പ്രയോറിറ്റി ചാപ്റ്റർ പറയുമ്പോൾ ബാക്കിയുള്ള ചാപ്റ്റർ സ്കിപ്പ് ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ മാത്തമാറ്റിക്സിലെ എല്ലാ ചാപ്റ്ററിലെയും ബേസിക് ഐഡിയാസും ഫോർമുലാസും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഒരു ബേസിക് ഐഡിയ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയുന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. എല്ലാ ചാപ്റ്ററിലെയും ബേസിക് ഐഡിയാസ് നിങ്ങൾക്ക് നല്ല തുറയിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ബേസിക് കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ഭാഗങ്ങളാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അതുപോലെ ഫങ്ഷൻസ്, അതേപോലെ ട്രിഗണോമെട്രി, അതേപോലെ തന്നെ ഡിഫറൻഷിയേഷൻ. ഇതിലെ ബേസിക് ഐഡിയാസ്, അതായത് ഡിഫറൻഷിയേഷൻ്റെ ഫോർമുലകൾ, ട്രിഗ്നോമെട്രിയിലെ ഫോർമുലകൾ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ബേസിക് ഐഡിയാസ്, ഫംഗ്ഷൻസിലെ ബേസിക് ഐഡിയാസ്, ഗ്രാഫ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇത് ബേസിക് ഐഡിയകളിലെ എല്ലാ ചാപ്റ്ററിലും ബേസിക് ഐഡിയാസ് അറിഞ്ഞിരിക്കണമെങ്കിലും ഇതിൽ എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത് ടോപ്പ് പ്രയോറിറ്റി ചാപ്റ്റർ നമ്മുടെ വെക്ടർ ഓൾജിബ്രയാണ്. ഓക്കെ, അടുത്തത് 3D ജിയോമെട്രിയാണ്, പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ്, പിന്നെ ബൈനോമിയൽ തിയറം, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, മേട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. ഈ 10 ടോപ്പിക്കുകൾ നിങ്ങൾ മസ്റ്റായിട്ടും ടോപ്പ് പ്രയോറിറ്റി കൊടുത്തന്നെ പഠിക്കണം. അതായത് ഇതിലെല്ലാ PYQസും ചെയ്യണം. പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടാവും. ഈ ചാപ്റ്ററുകളിലൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് സാധാരണഗതിയിൽ ഈ ചാപ്റ്ററുകളിൽ കണ്ടുവരുന്നത്. ഇനി ശ്രദ്ധിക്കണേ, പല വീഡിയോകളിലും നിങ്ങൾ പ്രീവിയസ് ഇയർ വെയിറ്റേജ് അനാലിസിസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. പല ചാപ്റ്ററുകളും ഇത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് ഉള്ള ചാപ്റ്ററുകളാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പല അനാലിസിസും അവർ പല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മേട്രിസസ് ആൻഡ് ഡിറ്റർമിനന്റ് ട്രിഗ്നോമെട്രി ഉള്ള ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചോ. ചില ആളുകൾ അത് മേട്രിസസിലാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, ചില ആളുകൾ ട്രിഗ്നോമെട്രിയിലാവും. അപ്പോൾ ഈ പറഞ്ഞ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യരുത്, അത് അതേപോലെ ഉപയോഗിക്കരുത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഇപ്രാവശ്യം എക്സാം പേപ്പറിൽ ഒരു പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട്. 30 ക്വസ്റ്റ്യനിൽ നിന്ന് 25 ക്വസ്റ്റ്യനായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ആകെ +1 +2 ഓൾഡ് NCERTയിൽ 29 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ 2 ചാപ്റ്റർ ഒഴിവായി പോയി. ഒന്നോ രണ്ടോ ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത ചാപ്റ്ററൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഓൺ ആൻ ആവറേജ് ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വരിക. നമുക്ക് എന്ത് ചെയ്യാം, റഫ്ലി എസ്റ്റിമേറ്റ് ചെയ്യാം. പക്ഷേ കാര്യം ഇതാണ്, ഒരേ കോൺസെപ്റ്റ് തന്നെ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിലെ ഐഡിയാസ് തന്നെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യനിലൊക്കെ കടന്നു വന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു അനാലിസിസോ കാര്യങ്ങളൊന്നും നിങ്ങൾ വല്ലാണ്ട് വറി ചെയ്യേണ്ട. പകരം എന്താണ്, നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പ്രിപ്പറേഷൻ എളുപ്പത്തിലുള്ള, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള
അതേപോലെ തന്നെ റിപ്പീറ്റഡ് പാറ്റേൺസ് വരുന്ന ക്വസ്റ്റ്യനുകൾ, പിന്നെയും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ, അത് ഏതാണെന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പഠിച്ച് മുന്നോട്ട് പോകാം. അങ്ങനത്തെ ടോപ്പിക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ 10 ടോപ്പിക്കുകൾ. ഈ 10 ടോപ്പിക്കുകൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അറൗണ്ട് 10 to 15 ക്വസ്റ്റ്യൻസ് കിട്ടും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ചിലപ്പോൾ മേ ബി 1-2 എക്സ്ട്രാ ഐഡിയാസ് നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ആ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിയിലെ ഐഡിയാസ് നിങ്ങൾക്ക് അറിയേണ്ടി വരും, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ബേസിക് ഐഡിയാസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അറിയണമെങ്കിൽ അതിൻ്റെ സം ഓഫ് റൂട്ട്സ്, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അറിയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഒപ്റ്റിമൈസ്ഡ് പ്രിപ്പറേഷനിലേക്ക് പോവുക. ശ്രദ്ധിക്കണം, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം ലോ സ്കോറിംഗ് എക്സാം ആണെങ്കിൽ പോലും ടോപ്പ് റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ആണ്. ആൻഡ് നിങ്ങൾ എഞ്ചിനീയറിംഗിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 80 to 90% സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതിൻ്റേതായുള്ള ഒരു റെസ്പെക്റ്റ് കൊടുത്ത് മാത്തമാറ്റിക്സിനെ അപ്രോച്ച് ചെയ്യാം. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഫുൾ ടീം, മാത്തമാറ്റിക്സ് മാത്രമല്ല ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകളും മോട്ടിവേഷനും കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. വിൽ മീറ്റ് അഗെയിൻ.